ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. KSKTU ചേലക്കര, പങ്ങാരപ്പള്ളി എന്നീ മേഖലാ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് മെമ്മറാണ്ടം സമർപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ നഗറുകളുടെ പൊതുവായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSKTU ചേലക്കര, പങ്ങാരപ്പള്ളി എന്നീ മേഖലാ കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ മെമ്മറാണ്ടം ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് സമർപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിപാടി CPM ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് K. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി സങ്കേതങ്ങൾ അല്ലെങ്കിൽ നഗരങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ചു പോകാനുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്ന സമയത്ത് പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ പൂർണ്ണമായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പം ഈ സമയത്തിനൊരു പ്രാധാന്യമുണ്ട്. പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇപ്പോൾ 2025-2026 പ്രൊജക്റ്റ് വെക്കുന്ന സമയത്ത് പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട, പട്ടികവർഗക്കാർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെടുന്ന സംഖ്യ പരമാവധി അവരുടെ സങ്കേതങ്ങളിൽ അവരുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗപ്പെടുത്തണമെന്നാണ് പ്രധാനമായും ഈ മെമ്മോറാണ്ടത്തിൻ്റെ ഒരു ഉദ്യോഗ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഞാനൊരു റിപ്പീറ്റേഷനിലേക്ക് പോകുന്നില്ല. പട്ടികജാതി കോളനികളിൽ KSKTUവിൻ്റെ സഹാക്കൾ സന്ദർശിച്ച് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുള്ളതാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. എല്ലാ കോളനികളും സന്ദർശിക്കുകയും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് മെമ്മോറാണ്ടമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. KSKTU ഏരിയ ഖജാൻജി TV മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ഇന്ന് ഇതേ സമയത്ത് എല്ലാ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും നമ്മളൊരു മെമ്മോറാണ്ട സമർപ്പണം നടത്തുകയാണ്. നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ നഗറുകളിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ മെമ്മോറാണ്ട സമർപ്പണം നടത്തുന്നത്. ഒട്ടനവധി പരിഷ്കാരങ്ങൾ ഇതിനകം ഇടതുപക്ഷ സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുടുംബ സന്ദർശനവും ഗൃഹസന്ദർശനവും നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. KSKTU ഏരിയ പ്രസിഡന്റ് TN പ്രഭാകരൻ, മേഖലാ പ്രസിഡന്റ് PS അജയൻ, മേഖലാ ജോയിന്റ് സെക്രട്ടറി MK അജയൻ, കുഞ്ഞിലക്ഷ്മി, മോഹനൻ KV, KU കുമാരൻ എന്നിവർ പങ്കെടുത്തു. അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണെന്നുള്ളത് അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത തരത്തിലാണ്. അവയുടെ നമുക്ക് നോക്കിയാൽ കാണാം, ഏത് കോളനി എവിടെയായിരിക്കും, ഒന്ന് ഉയർന്ന പ്രദേശത്തായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള കോളനികളെ നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കുക. എല്ലാ കോളനികളിലും എടുത്തു നോക്കിയാൽ ഒരു 10% ഒക്കെ ഉയർന്ന പ്രദേശത്താണ്. ഞാൻ തന്നെ സൂചിപ്പിച്ചു പട്ടികജാതി നഗറുകൾ. ആ നഗറുകളൊക്കെ ഇന്നുള്ളത് അങ്ങനെ ഉള്ള പ്രദേശങ്ങളിലാണ്. ആ മേഖലയിൽ നിന്ന് അവർക്ക് ഏറ്റവും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ളം. 100% പരിഹരിക്കപ്പെട്ടു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും പട്ടികജാതി നഗറുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരുടെ വാസസ്ഥലങ്ങൾ, ഒരു വീട് അവർക്ക് കൊടുത്താൽ പിന്നീട് അത് 5 വർഷത്തിന് ശേഷം റിപ്പയറിന് കൊടുക്കാം. 12 വർഷം കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീട് കൊടുക്കാം. CCV ന്യൂസ്, ചേലക്കര.